ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്കുള്ളവർക്ക് കണ്ണു കാണിക്കാം. ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത പിതാവേ. ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാൻ എന്റെ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ. എല്ലാ മഹത്വവും അങ്ങേക്ക് ഞങ്ങൾ തരികയാണ്, എല്ലാ പുകഴ്ചയും അങ്ങേക്ക് ഞങ്ങൾ തരുന്ന കർത്താവെ. ഈ ആരുടെ ലോക്ക്ഡൌൺ ദിനത്തിൽ കർത്താവെ പലയിടങ്ങളിൽ ഇരുന്ന് ദൈവവചനം ശ്രമിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും കർത്താവിന്റെ പുതുനാമത്തെ ഒരിക്കൽ കൂടെ മഹത്വപ്പെടുത്തുവാനും എന്റെ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ. വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, എന്മനും യഹോവയെ വാഴ്ത്തുക, അവന്റെ സർവാന്തരങ്ങളുടെ ഒരു വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനും യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്ത ചെറുതും വലുതുമായ നന്മകളും ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ആ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്റെ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയുണ്ടപ്പ. അതിനായി നന്ദി പറയുന്ന കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പരിശുദ്ധാത്മാവെ, ഈ ശുശ്രൂഷയിലേക്ക് അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ദൈവപ്രവൃത്തികൾ കണ്ട് സന്തോഷിപ്പാൻ എന്റെ കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സകല ദൈവത്തിലുള്ള പരിശുദ്ധാത്മാവെ അങ്ങ് തന്നെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഒരിക്കൽ കൂടെ അടികളെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക്, എല്ലാ പുകഴ്ചയും അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ നല്ല പിതാവേ. ആമേൻ, ആമേൻ.
അത്യുന്നതന്റെ മറവിലെത്തിക്കുകയും സർവസ്വത്തിന്റെ നിലത്തിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവൻ നിന്ന് വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും നാശകരമായ മഹാമാരിൽ നിന്നിരിക്കും. എന്റെ യാത്രയിൽ ഭയത്തെയും പകൽ പാർക്കുന്ന അസ്ത്രത്തെയും നിന്റെ വശത്ത് 1000 പേര് വീഴും, നിന്റെ വലത് വശത്ത് 14 പേര് വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. യഹോവയാണ് നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനും നിന്റെ വാസ്തവമായിരിക്കുന്നു. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കുന്നു. സിംഹത്തിന്മേലും അണലിന്മേലും കുഴിച്ചാക്കും, താരസിംഹത്തെയും പെൺമാറിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം നൽകും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കുന്നു, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തുന്നു. 91:16 നമുക്ക് മുമ്പ് ചേർന്ന് വായിക്കാം. വിസ്താരിച്ചുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും, എന്റെ രക്ഷകനെ കാണാൻ കൊടുക്കും. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴും കരുള, ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴും കരുള, പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമോ, പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമോ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. നന്നായി ചെയ്യേണ്ട സംഘടനയിൽ ചില കാര്യങ്ങൾ ധ്യാനിച്ച് നമുക്ക് ഒരുമിച്ച് പിന്നെയും ആരാധനക്കായി കൂടുക. സ്വർഗത്തിലെ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. 91-ാം സങ്കീർത്തനമാണല്ലോ നാം വായിച്ചു കേട്ടത്. അതിന് 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവർ യഹോവയെക്കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. 91-ാം സങ്കീർത്തനത്തിൽ ഒരുപാട് ദൈവമക്കൾക്കുള്ള വാഗ്ദത്തമുണ്ട്. ദൂതന്മാരുടെ കാവൽ, പകൽ പാർക്കുന്ന ശ്രദ്ധയിൽ ചെന്നിരിക്കുന്ന മഹാമാരിയെ, ഉച്ചയ്ക്ക് നശിക്കുന്ന സംഘടനകൾ പേടിപ്പാനില്ല. പിന്നെ പറയുന്ന വശത്ത് 1000 പേരും വലത്തെ വശത്ത് 16 പേരും വീഴും. പിന്നെ പറയുന്ന ഒരാൾക്കൊരു ഭവിക്കലും ബാധ്യതയുടെ കൂടെ നടക്കുകയില്ല. ഇതാർക്കാണ് ഈ വാഗ്ദത്തമുള്ളത്? 11-ാമത്തെ വാക്യം വളരെ ശ്രദ്ധയോടെ വായിച്ച് അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പറയുന്ന വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയുകയുള്ളൂ. 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവർ എന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തോട് കൂടെ നടന്നാൽ, ദൈവത്തോട് കൂടെ വസിപ്പാൻ ആഗ്രഹിച്ചാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കൂടെയിരിക്കാൻ, അങ്ങനെയുള്ളവർക്കുള്ള അനുഗ്രഹങ്ങളാണ് തുടർന്ന് താഴത്തുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. 1-ാമത്തെ വാക്യത്തിൽ ചില കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ പാർക്കുകയും ചെയ്യുന്നവർ. ഒരു ദൈവ പൈതൽ വസിക്കേണ്ടത് സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളിടത്താണ്. അവിടുന്ന് മാറിപ്പോയാൽ, ആ സാന്നിധ്യം വിട്ടുപോയാൽ അവന്റെ ജീവിതത്തിൽ പാകപ്പിഴകൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട്, വീഴ്ചകൾ വരാൻ സാധ്യതകളുണ്ട്, സാത്താൻ ഗോതമ്പ് പോലെ പാറ്റുവാൻ ഇടയായി തീരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമുള്ളിടത്താണെങ്കിൽ, ദൈവ സാന്നിധ്യം മറവിലാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ സഹായിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വരുമ്പോൾ ദൈവത്തിന് കാത്തിരുന്ന, ദൈവത്തോട് കൂടെ നടന്ന ഒരു ദൈവ പൈതലിനെ നമുക്ക് കാണാം. പേര് ഹാനോക്ക്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, അവിടെ ശ്രേഷ്ഠകരമായ ഒരു അനുഭവത്തെ നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ കാണാം. പേര് ഹാനോക്ക് എന്നാണ്. വായിക്കാം. 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലനെ ജനിപ്പിച്ചു. മെഥൂശലനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും
ബുദ്ധിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹനോക്കിന്റെ ആവിഷ്കാരം ആകെ 355 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹാനോക്ക് എന്ന മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം എവിടെ പ്രസംഗിക്കപ്പെടുമോ അവിടെ എല്ലാം ഈ മനുഷ്യനെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു കാര്യം ഹാനോക്ക് ദൈവത്തോടുകൂടി നടന്നു എന്നുള്ളതാണ്. 65-ാമത്തെ വയസ്സിൽ ഹാനോക്ക് ദൈവത്തെ കണ്ടെത്തി. അഥവാ ദൈവവുമായി ഒരു ഉടമ്പടിയിൽ ഒരു സ്നേഹബന്ധത്തിൽ ഹാനോക്കായി തീർന്നു. പിന്നെ 300 വർഷം താൻ ഈ ഭൂമിയിൽ ജീവിച്ചു. മൊത്തം തനിക്കുള്ള ആയുസ് 365 വർഷം. ഈ 300 വർഷം താൻ ദൈവത്തോട് നടന്നപ്പോൾ താനും അടുത്തില്ല, ദൈവവും അടുത്തു പോയില്ല. ഈ ഭൂമിയിൽ രണ്ടുപേർ ഒരുമിച്ച് കൂട്ടുകൂടി നടക്കുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ആ നടപ്പിൽ മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ വേദോസം വായിക്കുമ്പോൾ ഹാനോക്കും ദൈവമായുള്ള ബന്ധത്തിൽ നടപ്പിൽ അവർക്ക് ഇരുവർക്കും മടുപ്പ് വന്നില്ല. അവിടെ വായിക്കുന്ന ശ്രേഷ്ഠകരമായ ഒരു വാക്യം ഇതാണ്: ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇത് പലകാലം എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, അത്യുന്നത മറവിലാണ് നീ വസിക്കുന്നതെങ്കിൽ കർത്താവ് യേശു കർത്താവ് ഒക്കെയാലും പറഞ്ഞ ഒരു വാഗ്ദത്തമുണ്ട്: എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവിന്റെ കൂടെ ചേർന്ന് നടക്കുവാൻ ഇരിക്കുവാൻ തയ്യാറായാൽ ഈ ലോക ജീവിതം കഴിഞ്ഞ് നമുക്കൊരു നിത്യതയുണ്ട്. അവിടെ നമ്മുടെ പ്രാണപ്രിയനോട് കൂടെ വസിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. 2, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് മോശ. 40 രാവും 40 പകലും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവപർവ്വതമായ സീനായിൽ താൻ ദൈവത്തോടു കൂടെയായിരുന്നു. ദൈവത്തോടു കൂടെയായിരുന്നു. ആഹാരം കഴിച്ചില്ല, താൻ വെള്ളം കുടിച്ചില്ല. ഇതെല്ലാം മറന്ന് ദൈവസാന്നിധ്യമുള്ളിടത്ത് താൻ കൂടെയിരുന്നു. ആ സീനായി മലയിൽ താൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന വേദവശം വായിക്കുന്നു. നമ്മൾ ദൈവത്തോടു കൂടെ ഇരുന്നാൽ ഇതുപോലെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ നമുക്ക് പ്രായപ്പെടാൻ കഴിയും. 2 വ്യക്തികളെ പരിചയപ്പെടുത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നിന്ന് മാറിപ്പോയവർ. ഒന്ന് ഏലിയാവ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17 നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവിനെ കുറിച്ച് നമുക്ക് കാണാം. പിന്നെ തുടർന്ന് കാലത്ത് നമ്മൾ വായിച്ചു വരുമ്പോൾ ഏലിയ പറഞ്ഞ ദേശം ക്ഷാമമുണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ വായിച്ച താഴേക്ക് വരുമ്പോൾ കർമ്മലിൽ ഒരു പരീക്ഷണം. ആരാണ് സത്യദൈവം? സ്വർഗത്തിൽ തീയിറക്കി ജ്ഞാനവശം ജയിപ്പിക്കുന്നവരാണ് സത്യദൈവം. അങ്ങനെ ഒരു പരീക്ഷയുണ്ടായ പരീക്ഷയിൽ ഏലിയാവ് ജയിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി. ഏലിയാവ് അവിടെയുള്ള അശേര പ്രതിഷ്ഠയും മാലിന്യ പ്രതിഷ്ഠയുടെയും പ്രവാചകന്മാരെ വാളുകൊണ്ട് ഏലിയാവ് കൊന്നുകളാണ്. ഇത് ആഹാബിന്റെ ഭാര്യ ഇസബേലിന്റെ ചെവിയിലെത്തി. ഇസബേലിന്റെ ദൂതനെയാക്കി ഏലിയാവിനെ പറയിപ്പിച്ചു: നാളെ നേരം കൊടുക്കുമ്പോൾ നീ കൊന്ന ഒരുത്തന്റെ പ്രാണനെപ്പോലത്തിന്റെ ജീവനെ ആക്കുമെന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ട് ഭയപ്പെട്ട് ഏലിയാവ് ഒരു ചൂരത്തിന്റെ തണലിൽ പോയിരുന്നു. ഇവരെ 17-ാമത്തെ വാക്കിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ദൈവത്തെ സേവിക്കുന്നവനായ ഏലിയാവ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്, ഈ ഭയപ്പെടുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ ഏലിയാവ് ഇപ്പോൾ പോയിരിക്കുന്നത് സ്തോത്രം സൂര്യചെടിയുടെ തണലിലാണ്. കർമ്മേലിൽ ഒരു രാജാവ്, ആ രാജ്യത്തിലെ സർവ്വസൈന്യം, ആ രാജ്യത്തിലെ സർവ്വജനം നോക്കി നിൽക്കെ ഏലിയാവ് ഒറ്റയ്ക്ക് ആ പരീക്ഷ ജയിപ്പാനിടയായി. എന്നാൽ ഒരു സാധാരണ ഒരു സ്ത്രീ രാജാവിന്റെ ഭാര്യ പറഞ്ഞ വാക്ക് കേട്ട് ഭയപ്പെട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നെങ്കിൽ നിശ്ചയമായും ഏലിയാവ് മരിച്ചാൽ മതി എന്ന് പറയുകയില്ലായിരുന്നു. ഏലിയാവ് ചൂരച്ചെടി തമ്മിൽ പോയിരുന്നിട്ട് പറയുകയാണ്: ഞാൻ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന പ്രാണനെ എടുത്തുകൊള്ളണമേ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 1 രാജാക്കന്മാർ 12-ാമത്തെ വാക്യം ഇങ്ങനെ ഇരിക്കുന്നു: തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ്. ഏലിയാവിന്റെ കുടുംബത്തെക്കുറിച്ചോ ഒന്നും അവിടെ പ്രതിപാദിക്കുന്നില്ല. എന്നാൽ ദൈവസ്ഥാനത്ത് അകന്നുപോയ ഏലിയാവ് പറയുകയാണ്: ഞാൻ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ. നമ്മൾ ദൈവത്തിന്റെ സ്ഥാനത്ത് വിട്ട് മാറിപ്പോയാൽ നമ്മുടെ ആശ്രയം, നമ്മുടെ നോട്ടം മനുഷ്യരിലാകും. ഇന്ന് പകൽക്കാലം നമ്മുടെ നോട്ടം എവിടെയാണ്? അത്യുന്നത മറവിലേക്കാണോ? അത്യുന്നത നിഴലിലേക്കാണോ? ആ ദൈവസ്ഥാനത്തിനുള്ളിടത്താണെങ്കിൽ ഒരിക്കൽ നമ്മൾ മടുത്തുപോകാൻ, നിരാശപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല. എന്ന് പകൽക്കാലം ദൈവ പൈതലേ, അത്യുന്നത മറവിൽ വസിക്കുക സർവശക്തനായി പാർക്കും ചെയ്യുന്നതിനുള്ള വാഗ്ദത്തം ആണ് താഴേക്കുള്ളത് എന്ന് പകൽക്കാലം. അതുകൊണ്ട് ദൈവസംശയന്നിരിക്കാം, ദൈവസംശയത്തിൽ നമുക്ക് ആരാധിക്കാം, ദൈവശബ്ദം കേൾക്കാം, ദൈവവചനം ധ്യാനിക്കാം, ദൈവഹിതപ്രകാരം മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ സഹായിക്കട്ടെ. ഞാൻ ഉറപ്പു തരാം, നിങ്ങൾ പുറത്തു വരുന്നത് നിങ്ങൾ ദൈവത്തിൽ ഇരിക്കുന്നത് പോലെ അല്ല. നിങ്ങൾ പുറത്തു വരുന്നത് ഇരട്ടി ശക്തിയോടെ നിങ്ങൾ പുറത്തു വരും. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു: യേശു ആത്മാവിന്റെ ശക്തിയോടെ സ്തോത്രം മരുഭൂമിയിലിരിക്കുന്നു. കാരണം താൻ മടങ്ങി വന്നത് ഹല്ലേലൂയ സ്തോത്രം ആത്മാവിന്റെ നിറവോടെ താൻ മടങ്ങി വരുവാൻ ഇടയായി.
സ്തോത്രം. ഇന്ന് പകൽക്കാലം നിലവിൽ മടങ്ങി വരുവാൻ ദൈവത്തിന് പരിശുദ്ധം നമ്മെ സഹായിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിന്റെ സകല മഹത്വം കൊടുക്കുവാൻ, കരയറ്റുവാൻ, ദൈവത്തിന്റെ ആത്മാവിൽ നിറവിൽ ആരാധിപ്പാൻ നമുക്ക് ദൈവത്തിന്റെ സാവകാശത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്കറിയാം ഗാനം ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തെന്ന പാട്ട് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ഈ ലോക്ക്ഡൌൺ കാലത്ത് കോവിഡിന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മുറിൽ അണച്ച് നമ്മളെ കാക്കുന്നത് പോലെ ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. ഇന്ന് പകലും നന്ദി സൂചകമായി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ഒരുങ്ങ. ദൈവം നമ്മെ സഹായിക്കട്ടെ. പാടി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.
നന്ദി കർത്താവേ, നന്ദി. എല്ലാ കണ്ണുകളും നിമിഷം അടയ്ക്കാം. തുറന്നിരിക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മുടെ തലകളെ ഉയർത്താം. നമ്മുടെ കണ്ണുകളെ തുറക്കാം. പുറമേയുള്ള കണ്ണടഞ്ഞിരിക്കുമ്പോൾ ഹൃദയമാത കണ്ണുകളെ തുറന്നുകൊണ്ട് ആത്മാവാ ദൈവത്തിന്റെ സന്താനത്തിന്റെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എണ്ണമില്ലാത്ത നന്മകൾ നമ്മെ നടത്തിയ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ പരിപാലിച്ച ദൈവം. എണ്ണി അലങ്ങിയ തീരാത്ത നന്മകൾ തന്ന് നമ്മെ നടത്തിയ ദൈവം. ആ ദൈവത്തിന്റെ സ്നേഹം ഓർക്കുമ്പോൾ എത്ര ദൈവത്തെ സ്തുതിച്ചാൽ മതിയാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മെ ക്രൂശുമരണത്തിലൂടെ പിതാവായ ദൈവത്തിന്റെ പുത്രന്റെ ക്രൂശുമരണത്തിലൂടെ നമ്മെ സ്നേഹിപ്പാനിടയായി. എത്ര ശ്രേഷ്ഠകരമായ പദവി നമ്മുടെ ജീവിതത്തിൽ നാം തിരിഞ്ഞു നോക്കുക. എണ്ണിയാൽ തീരാത്ത നന്മകൾ ദൈവം നാം പാടിയതുപോലെ തന്നെ എന്റെ ശക്തി കൊണ്ടല്ല, എന്റെ കൈയുടെ ബലം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാൽ നമ്മെ നടത്തി. ആ ദൈവം നന്ദി പറയുവാൻ നമ്മെ തന്നെ ഒന്ന് വിനയപ്പെടുത്താം. എന്ന പകലും കഴിഞ്ഞ 40 ദിവസങ്ങളിൽ നമ്മെ നടത്തിയ ദൈവം ഇനി ആ ദൈവം നടത്തുവാൻ ശക്തൻ. ഒരു പക്ഷേ ശബ്ദം ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ സ്തോത്രം എന്തെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവരായിരിക്കാം.
ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ നാം തയ്യാറായാൽ കർത്താൻ നമുക്ക് വേണ്ടി പുതുവഴികൾ തുറന്നു തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ചൊരിയും വന്ദേലി ഓർക്കുന്നു നന്ദിയല്ലതൊന്നും ഇല്ല എന്റെ നാമ ചൊല്ലിടും സ്തോത്രമല്ലാതെ സ്തോത്രമല്ലതൊന്നും ഇല്ല എന്റെ നാമ ചൊല്ലിടും എണ്ണമില്ലാതെ മത് അല്ലതൊന്നും ഇല്ല എന്റെ നാമ ചൊല്ലിടും സ്തോത്രമല്ലതൊന്നും ഇല്ല എന്റെ നാമ ചൊല്ലിടും സ്നേഹമോർക്കുന്നു സ്വന്തം ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലതൊന്നും ഇല്ല എന്റെ നാമ ചൊല്ലിടും സ്തോത്രമല്ലാതെ സ്തോത്രമല്ലതൊന്നും ഇല്ല എന്റെ നാമ ചൊല്ലിടും നിത്യസ്നേഹമോർക്കുമ്പോ നിത്യസ്നേഹമോർക്കുമ്പോ കൽപ്പനയും കണ്ട് പ്രിയനും നന്ദിയല്ലതൊന്നുമില്ല എന്റെ നാമ ചൊല്ലിടും സ്തോത്രമല്ലതൊന്നുമില്ല എന്റെ നാമ ചൊല്ലിടും നിത്യസ്നേഹമോർക്കുമ്പോ
ഹല്ലേലൂയ. ഇന്നത്തെ ആ കാലം ഇതൊക്കെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. തുടർന്ന് ഈ ഇറങ്ങിയിട്ടുകൊണ്ട് നമുക്ക് വരുന്ന സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുന്നതാകട്ടെ. ദൈവത്തിലെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ, സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിവിധ ഇടങ്ങളിലിരുന്ന് വിവിധ ഭവനങ്ങളിലിരുന്ന് വിവിധ അവസ്ഥകളിലിരുന്ന് എന്റെ സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, വീണ്ടും വരുന്നവനായ യേശു കർത്താവിന്റെ പൊന്നുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ എന്റെ കർത്താവ് നമുക്ക് കൃപ നൽകിയതിനെ ഓർത്ത് ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം ഈ ലോക്ക്ഡൌൺ സമയത്ത് ഭവനങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ നിന്നും വചനം അതിന് ആധാരമായെടുത്തിരിക്കുന്ന വേദവാക്യം ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. യെസ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കുകയില്ല. ഏത് ആത്മാവിനെയാണ് നാം അനുസരിച്ച് നടക്കേണ്ടത്? ഇന്ന് നാം നോക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, ലോകത്തിന്റെ ആത്മാവ്, മനുഷ്യാത്മാവ്, ദുരാത്മാവ്, ഇങ്ങനെ പലതരത്തിലുള്ള ആത്മാക്കളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇവിടെ നാം നോക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. യെസ്, വായിച്ചാട്ടെ. യാക്കോബിന്റെ ലേഖനം. വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന് ശത്രുവായിത്തീരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നീ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നു എങ്കിൽ ഓർക്കുക, ദൈവം നിന്റെ ശത്രുവാണ്. ദൈവം നിന്റെ ശത്രുവാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം ദൈവത്തിന് ശത്രുവാണ്. ഇന്ന് പകൽക്കാലം നീ ലോകസ്നേഹത്തിലാണ്, നീ ഏത് ആത്മാവിലാണ് നീ ആയിരിക്കുന്നത്? ഇന്ന് നാം നോക്കുമ്പോൾ മറ്റൊരു ആത്മാവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു, ദുരാത്മാവ്, അല്ലെങ്കിൽ പിശാചിന്റെ ആത്മാവ്, ഭിന്നതയുടെ ആത്മാവ്, കലഹത്തിന്റെ ആത്മാവ്. ഇന്ന് നാം പത്രങ്ങളിലൂടെയൊക്കെ അനേകം വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ പലതും വരുന്നത് ഈ പൈശാചിക മണ്ഡലത്തിലുള്ള ആത്മാവിനെ കുറിച്ചാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ. ഏതാത്മാവിനെ? ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ സുബോധത്തിന്റെ ആത്മാവ്. സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുവാൻ ഇടയാകും. എന്നാൽ ആ ആത്മാവിനെ കുറിച്ചാണ് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കുകയില്ല. ഗലാത്യർ 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ഗലാത്യർക്കെതിരെ 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. വാക്യം. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഹല്ലേലൂയ. ഒരിക്കലും ഈ ജഡവും ആത്മാവും തമ്മിൽ ഒരിക്കലും യോജിക്കത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവ തമ്മിൽ പ്രതികൂലമല്ലോ. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു.
ഇത് തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, യോജിക്കത്തില്ല. ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് 3 ഘടകങ്ങൾ കൊണ്ടാണ്. നാം പലപ്പോഴും പാടാറുണ്ട്, ദേഹം, ദേഹി, ആത്മാവ്. എന്നാൽ ദേഹം, ദേഹി, ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായ നാദങ്ങൾ വീടും. ദേഹം, ദേഹി, ആത്മാവ്, ഇത് 3 കൂടെ ചേർന്നതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ ആത്മാവും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ട് അവനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്നാൽ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അങ്ങനെയാണ് മനുഷ്യൻ ജീവനുള്ള ഒരു ദേഹിയായി മാറിയത്. എന്നാൽ നമ്മുടെ ശരീരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മണ്ണുകൊണ്ടാണ്. ആത്മാവ് ഉയരത്തിൽ നിന്ന് വന്നിരിക്കുന്നു. എന്നാൽ ഇതിന്റെ രണ്ടിന്റെ നടുക്ക് നിൽക്കുന്നതാണ് മനസ്സ് എന്ന് പറയുന്നത്. ആ മനസ്സ് എടുക്കുന്ന നിലപാടാണ് ഒരുവൻ ആത്മീയനാണോ ജഡീകനാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതിന്റെ പ്രിയ ദൈവത്തിന്റെ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. യെസ്, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 8-ാമത്തെ വാക്യം. യെസ്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. ജഡസ്വഭാവമുള്ള വ്യക്തികൾക്ക് ആരെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല? ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, നീ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ ഒരിക്കലും നിനക്ക് എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് നിന്റെ പണം വേണ്ട, ദൈവത്തിന് നിന്റെ വീട് വേണ്ട, സ്വത്ത് വേണ്ട. ദൈവത്തിന് ആവശ്യം നിന്നെയാണ്. ഹല്ലേലൂയ. ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതിന്റെ പ്രിയ ദൈവവചനെ നിന്റെ ഹൃദയമാകുന്ന വാതിൽക്കൽ വന്ന് കർത്താവ് മുട്ടുകയാണ്. അതിന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതിന്റെ പ്രിയ ദൈവത്തിനെ അതൊന്ന് തുറന്നു കൊടുക്കുവാൻ നീ തയ്യാറാകുമോ? നിന്റെ ജീവിതത്തിനകത്ത് ജഡത്തിൻ്റെതായ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ട് എങ്കിൽ ഒരിക്കലും നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ഒരുപക്ഷെ ദൈവദാസൻ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുമ്പോൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് നിനക്ക് ചെയ്യുവാൻ കഴിയുമായിരിക്കാം. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരെ പിണക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതൊന്നും ഒരിക്കലും അതിന് ദൈവം പ്രസാദിക്കത്തില്ല. അതിലൊരിക്കലും ദൈവം പ്രസാദിക്കത്തില്ല. ദൈവം നിന്റെ ജീവിതത്തിനകത്ത് പ്രസാദിക്കണമെങ്കിൽ നീയും ദൈവമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം നിനക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതിന്റെ പ്രിയതരെ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. യെസ്, വായിച്ചോട്ടെ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു, നിങ്ങൾ ആരായി മാറണം? ജഡസ്വഭാവമുള്ളവരായി അല്ല മാറേണ്ടത്, ആത്മസ്വഭാവമുള്ളവരായി മാറണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പാടാറുണ്ട്, യേശുവിനെ പോലെ ആകണമെന്നൊക്കെ. ഹല്ലേലൂയ. യേശുവിന്റെ വാക്ക് കേൾക്കണമെന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. ഹല്ലേലൂയ. പാട്ട് പാടാനൊക്കെ എളുപ്പമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ലോക്ക്ഡൌൺ ദിനത്തിൽ പലയിടങ്ങളിലായി പല ഭവനങ്ങളായി ഇരുന്ന് കേൾക്കുന്ന ദൈവവചനം ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവവൈതനെ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിലെ ജഡത്തിന്റെ ചിന്തകൾക്ക് നീ അടിമപ്പെട്ടിരിക്കുകയാണോ? അതോ ആത്മാവ് പറയുന്നത് നീ അനുസരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ലെങ്കിൽ ദൈവത്തിനുള്ളവനല്ലെങ്കിൽ അവൻ ആർക്കുള്ളതായിരിക്കും? ഹല്ലേലൂയ. അവൻ പിശാചിനുള്ളവനായിരിക്കും. ഹല്ലേലൂയ. പിശാച് വരുന്നത് അറുക്കാനും മുടിക്കാനും കൊല്ലാനുമാണ്. അവൻ ആരെയും നന്നാക്കാൻ വേണ്ടി വരുന്നവനല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതിന്റെ പ്രിയതയിലെ ഹല്ലേലൂയ, അവന്റെ കയ്യിൽ എന്തില്ല? ആയുധമൊന്നുമില്ല. പക്ഷെ എന്തുണ്ട്? തന്ത്രങ്ങളുണ്ട്. തന്ത്രങ്ങൾ. ഹല്ലേലൂയ. ഈ ലോക്ക്ഡൌൺ ദിനത്തിൽ ഹല്ലേലൂയ ദൈവസന്നിധി ഫലപ്രദമായ തീരുമാനം എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിനക്കൊരു അവസരത്തെ നൽകിയിരിക്കുകയാണ്. ഈ അവസരത്തെ നീ പാഴാക്കി കളയരുത്. ഈ അവസരത്തിൽ ഹല്ലേലൂയ നീ വെറുതെ അതിനെ വെറുതെ ഇല്ലാതാക്കി കളയുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ദൈവവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു, സമയം തക്കത്തിൽ പ്രയോജനപ്പെടുത്തുക. ഇന്ന് കിട്ടുന്ന അവസരം നിനക്ക് നാളെ ലഭ്യമാകണമെന്നില്ല. ഇന്ന് കിട്ടുന്ന സാഹചര്യം നിനക്ക് നാളെ ലഭ്യമാകണമെന്നില്ല. ഇന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കിട്ടുന്ന ഈ സാഹചര്യം
നാളെ നിനക്ക് ലഭ്യമാകണമെന്നില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതിന്റെ പ്രിയ ദൈവത്തിനെ ഹല്ലേലൂയ. ആൽഫയും ഒമേഗയുമായവൻ, മാനത്ത് പൊൻകച്ച കെട്ടിയവൻ, 7 പൊൻനിലവിളക്കിന്റെ നടുവിൽ നിൽക്കുന്നവൻ, ഉള്ളോടൊരു സദൃശ്യമായിട്ടുള്ള ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ, ഈ ലോക മനുഷ്യർ പറയുന്നത് അനുസരിച്ച് നടക്കാനല്ല ദൈവം തന്നെ വിളിച്ചത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ ഹല്ലേലൂയ വഴിയെ തള്ളിയിട്ടിട്ട് പോകുന്നവനല്ല. നാം നേരത്തെ സങ്കീർത്തനം പ്രബോധിച്ചപ്പോൾ ആദ്യ സങ്കീർത്തനം 91:10 നമ്മൾ വായിച്ചു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 91 അതിന്റെ 10 വാക്യം. യെസ്, സങ്കീർത്തനം 91:10. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കൽ വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ആർക്കാണ് ഭവിക്കാതിരിക്കുന്നത്? സങ്കീർത്തനം 91:1 പറയുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനാണ് ആ സംരക്ഷണമുള്ളത്. ഹല്ലേലൂയ. അല്ലാതെ വഴിയെ വായി നോക്കി നടക്കുന്നവനോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നാം നോക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രത്യേകിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഒരു പാരമ്പര്യ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ടല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ നാം പറഞ്ഞാൽ, ഹല്ലേലൂയ, ചാരായ വാറ്റ് നടത്തുന്ന അല്ലെങ്കിൽ അതിനെ ലേലം പിടിക്കുന്ന മുതലാളിയെ, ഒരു ക്രിസ്തീയ മുതലാളിയെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ വസിക്കുന്ന, സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരനർത്ഥവും ആ വ്യക്തിക്ക് ഒരനർത്ഥവും ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കൽ വരികയില്ല. ഹല്ലേലൂയ. ഇന്ന് പല വ്യക്തികളും ഹല്ലേലൂയ ഭവനത്തിന്റെ ഉള്ളറക്കകത്ത് ഭയന്ന് ഒതുങ്ങിക്കൂടുകയിരിക്കുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും നാം പറയാറുണ്ട്, ഹല്ലേലൂയ, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഹല്ലേലൂയ. എന്റെ സ്വർഗത്തിന്റെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. നമ്മുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല, ഒരനർത്ഥവും സംഭവിക്കത്തില്ല, ഒരു ബാധയുടെ കൂടാരത്തിന് അടുക്കൽ വരികയില്ല. ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. മറുഭാഗം ചോദിച്ചാൽ, ഹല്ലേലൂയ, നീ വിശ്വസിച്ചില്ലെങ്കിൽ മഹത്വം നീ കാണത്തില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വിശ്വസിക്കാൻ നീ തയ്യാറാകുമോ? ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കൽ വരികയില്ല, ഒരു ദോഷവും തട്ടാതെ വെള്ളം എന്റെ കർത്താവ് എന്നെയും നിന്നെയും കാത്തു പരിപാലിക്കും. അങ്ങനെ കാത്തു പരിപാലിക്കണമെങ്കിൽ അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ നീ വസിക്കണം. സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ നീ പാർക്കണം. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഹല്ലേലൂയ 107 അതിന്റെ 10 വാക്യം വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107 അതിന്റെ 10 വാക്യം. യെസ്, സങ്കീർത്തനം 107:10. ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുകയും അത്യുന്നതനായ ദൈവത്തിന്റെ ആലോചനകളെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസ്സിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തെ അവർ കഷ്ടത കൊണ്ട് താഴ്ത്തി അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരുമുണ്ടാകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പാരമ്പര്യ ക്രിസ്ത്യാനിയായിരിക്കാം. വർഷങ്ങളായിട്ട് ഹല്ലേലൂയ ഞാൻ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നു, യേശു എന്റെ രക്ഷിതാവാണ്, ഹല്ലേലൂയ, അങ്ങനെയുള്ള പലവിധമായ കാര്യങ്ങൾ പറഞ്ഞ് ക്രിസ്തീയ പേരിലുള്ള ഒരു വ്യക്തി ജീവിതമായിരിക്കാം നീ. ഹല്ലേലൂയ, ആരുമാകട്ടെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനത്തോട് മറുതലിച്ചാൽ, അത്യുന്നതനായ ദൈവത്തിന്റെ ആലോചനകളെ നിരസിച്ചാൽ, 1 നീ ഇരുട്ടിലാകും, 2 അന്ധതമസ്സിലാകും, 3 അരിഷ്ടതയാൽ നിറയും, 4 ഇരുമ്പ് ചങ്ങലയാൽ നീ ബന്ധിക്കപ്പെടും, 5 അവന്റെ ഹൃദയത്തെ കഷ്ടത കൊണ്ട് താഴ്ത്തും, 6 അവൻ ഇടറി വീഴും, 7 അവന് സഹായിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതിന്റെ പ്രിയതകളെ, ദൈവത്തിന്റെ വചനത്തോട് ആര് മറുതലിച്ചാലും ഇതാണ് അവന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. ഹാരിയ വെളിപ്പാട് പുസ്തകം 1 അതിന്റെ 3 വാക്യം. വെളിപ്പാട് പുസ്തകം 1 അതിന്റെ 3 വാക്യം. യെസ്, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും
അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ഈ പ്രവചന പുസ്തകത്തിലെ വാക്യങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരുമാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇന്ന് ഈ ലോക്ക്ഡൌൺ ദിനത്തിൽ പലയിടങ്ങളിലിരുന്ന്, പല ഭവനങ്ങളിലിരുന്ന്, പല സാഹചര്യങ്ങളിലിരുന്ന്, വേറെ ഒരു ജോലിയുമൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നീ എന്ത് ചെയ്യുന്നു, ഈ വചനം നീ കേൾക്കുന്നുണ്ടായിരിക്കാം. നീ കേട്ടത് കൊണ്ടായില്ല, ദൈവവചനം കുത്തിയിരുന്ന് വായിച്ചത് കൊണ്ടായില്ല. നീ അത് അനുസരിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ ആ വഴിയിലൂടെ നടക്കാനായിട്ട് നിനക്ക് കഴിയുന്നുണ്ടോ? ദൈവവചനം പറയുന്നു, അത് വായിച്ചത് കൊണ്ടായില്ല, കേട്ടത് കൊണ്ടായില്ല, അത് പ്രമാണിക്കുന്നവനാണ് ഭാഗ്യവാൻ. സങ്കീർത്തനം 128 ഒന്ന് പറയുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 128 ഒന്നാമത്തെ വാക്യം. യെസ്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിലൂടെ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിനക്ക് നന്മ വരണമോ? ഈ ലോക്ക്ഡൌൺ ദിനത്തിൽ നിനക്ക് നന്മ വരണമോ? ഹാലുലിയ. ലോട്ടറി ടിക്കറ്റ് എടുത്താൽ നിനക്ക് നന്മയുണ്ടാകത്തില്ല. മറ്റേതെങ്കിലും വഴി നീ തിരഞ്ഞെടുത്താൽ നിനക്ക് നന്മയുണ്ടാകത്തില്ല. നന്മയുണ്ടാകുമായിരിക്കാം, താൽക്കാലികമായ ഒരു നന്മ. അത് മതിയെങ്കിൽ നീ ആ വഴിക്ക് പൊയ്ക്കോ. പക്ഷെ എന്നാൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, യഹോവയെ ഭയപ്പെടണം. ഇന്ന് ആരെ ഭയമില്ല? മനുഷ്യന് ദൈവത്തെ ഭയമില്ല. ആരെ ഭയക്കുന്നു? ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, മനുഷ്യ ഭയം അതൊരു കെണിയാണ്. മനുഷ്യ ഭയം അതൊരു കെണിയാണെന്ന് ബൈബിൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിലൂടെ, നിന്റെ വഴിയിലൂടെ അല്ല, നിനക്ക് തോന്നുന്ന വഴിയിലൂടെയല്ല, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിലൂടെ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം ആര് തിന്നും? വല്ലവരും തിന്നുവെന്നല്ല. ഇന്ന് പകൽക്കാലം നിനക്ക് തിന്നാൻ കഴിയുന്നുണ്ടോ? നിന്റെ അധ്വാന ഫലം ഹാരിയ കണ്ടവൻ തിന്നരുത്. കണ്ടവൻ തിന്നാൽ ഒടുവിൽ നീ പറക്കി തിന്നേണ്ടി വരും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. നീ അധ്വാനിക്കുന്ന ഫലം നിനക്ക് തിന്നുവാൻ കഴിയുന്നുണ്ടോ? നീ അധ്വാനിക്കുന്ന ഫലം നിന്റെ തലമുറകൾക്ക് തിന്നുവാൻ കഴിയുന്നുണ്ടോ? നീ അധ്വാനിക്കുന്ന ഹാരിയ സമ്പത്ത് ഹാരിയ മറ്റാരെങ്കിലും കത്തുകൊണ്ട് പോകുകയാണോ? ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ആദ്യ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ദൈവവചനം പറയുന്ന മുന്നമേ അവന്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക, അതോടുകൂടെ സകലതും ലഭ്യമാകുമെന്ന് ദൈവ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. മുന്നമേ ദൈവത്തിന്റെ രാജ്യം നീ അന്വേഷിക്കുക, ദൈവത്തിന്റെ നീതി നീ അന്വേഷിക്കാൻ തയ്യാറാകുക. വെളിപ്പാട് പുസ്തകം 22 അതിന്റെ 10 വാക്യം. വെളിപ്പാട് പുസ്തകം 22 അതിന്റെ 10 വാക്യം. യെസ്, അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമടുത്തിരിക്കുക, ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഹല്ലേലൂയ. ഇന്ന് ലോകമെമ്പാടും നാം നോക്കുമ്പോൾ മനുഷ്യൻ അനീതിക്കും അക്രമത്തിനും, കാരണം അനീതിക്ക് പലരും കൂട്ടുനിൽക്കുക. എന്റെ ദൈവം അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ദൈവമല്ല. എന്റെ ദൈവം അശുദ്ധിക്ക് കൂട്ടുനിൽക്കുന്ന ദൈവമല്ല. എന്റെ ദൈവം വിശുദ്ധനാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്റെ ദൈവം വിശുദ്ധനായ ദൈവമാണ്. നിന്റെ പണം കണ്ട്, നിന്റെ പ്രതാപം കണ്ട്, നിന്റെ വീട് കണ്ട്, സ്വത്ത് കണ്ട്, മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട് പ്രസാദിക്കുന്നവനല്ല എന്റെ ദൈവം. ഇന്ന് പകൽക്കാലം ആ സ്വർഗത്തിലെ ദൈവം, ദൈവത്തിന്റെ കരത്തിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? നിന്റെ സ്തോത്രക്കാഴ്ച എന്റെ ദൈവത്തിന് വേണ്ട, നിന്റെ വീട് എന്റെ ദൈവത്തിന് വേണ്ട, മറ്റൊന്നും എന്റെ ദൈവത്തിന് നിന്നെ വേണ്ട. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് ആവശ്യം നിന്നെയാണ്. എന്റെ ദൈവത്തിന് ആവശ്യം നിന്നെയാണ്. ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ഹല്ലേലൂയ. നിന്റെ ഹൃദയമാകുന്ന മന്ദിരത്തിൽ, ഹാലിയ, ദൈവത്തിന് വസിക്കേണ്ട മന്ദിരമാകുന്ന നിന്റെ ഹൃദയത്തെ, അതിനെ നീ വേണ്ടാതെ വണ്ണം സൂക്ഷിക്കാതെ, അതിനെ മറ്റേതെങ്കിലും തരത്തിൽ മ്ലേച്ഛമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നീ എന്തൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്താലും അതിലൊന്നിനും ദൈവം പ്രസാദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ. അവരാരെ കാണും? ദൈവത്തെ കാണും. നിന്റെ ഹൃദയം ശുദ്ധമല്ലാതെ നീ ഇനി എന്തൊക്കെ പരിപാടി ഒപ്പിച്ചാലും ദൈവത്തെ നിനക്ക് കാണാൻ കഴിയത്തില്ല.
ദൈവത്തെ നിനക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. ഒരുപക്ഷെ മനുഷ്യനെ നിനക്ക് പ്രസാദിപ്പിക്കാൻ കഴിയുമായിരിക്കും, സംഘടനാ നേതാക്കന്മാരെ നിനക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയുമായിരിക്കും, മറ്റാരെങ്കിലുമൊക്കെ നിനക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയുമായിരിക്കും. എന്നാൽ 1 കൊരിന്ത്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. യെസ്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഹല്ലേലൂയ. കരവേർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആർക്കാണ് ഭോഷത്വം? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. ഈ ലോക്ക്ഡൌൺ ആയിരിക്കുമ്പോഴും ഇന്നും പലരും പറയുന്നു, ഇവമാർക്ക് വേറെ ജോലിയൊന്നും, ഇവമാർക്ക് വേറെ പണിയൊന്നുമില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നതിന്റെ പ്രിയതരെ പറയുന്നവര് പറയട്ടെ, അവര് പറയട്ടെ. അത് ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരുമ്പോൾ എനിക്ക് നിങ്ങൾ കഴിക്കാൻ ഒരു ആപ്പിൾ തന്നാൽ, ആ ആപ്പിള് കഴിക്കുന്നത് ഞാനാണെങ്കിൽ എനിക്ക് അതിന്റെ രുചി അറിയത്തുള്ളൂ. കണ്ടുകൊണ്ടിരിക്കുന്ന നിനക്കതിന്റെ രുചി അറിയണമെന്നില്ല. ഇന്ന് പകൽക്കാലം ഇതുപോലെ യേശുവിനെ കുറിച്ച് രുചിച്ചറിയാത്ത പല വ്യക്തികളും പല അഭിപ്രായങ്ങളും ഒരുപക്ഷെ പറഞ്ഞു തിരിക്കാം, പല കാര്യങ്ങൾ പറഞ്ഞു തിരിക്കാം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക്. ആർക്കാണ്? നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർക്കെതിരെ ലേഖനം 16-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർക്കെതിരെ ലേഖനം 16-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. യെസ്, 1 കൊരിന്ത്യർ 16:22. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ആരാണ്? ശപിക്കപ്പെട്ടവനാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതിന്റെ പ്രിയവേദനെ, ഹല്ലേലൂയ, ശാപത്തിന് നീ അടിമപ്പെട്ടു പോകരുത്. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും. കർത്താവെ, എനിക്ക് അങ്ങനെ സ്നേഹമാണ്. പലവിധമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ സ്നേഹമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം ദൈവത്തോട് നിനക്കുണ്ടോ? ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം നിനക്ക് ദൈവത്തോടുണ്ടോ? റോമർക്കെതിരെ ലേഖനം 8-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് മടങ്ങി വരാം. റോമർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 13-ാമത്തെ വാക്യം. യെസ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ഹല്ലേലൂയ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യും? മരിക്കും നിശ്ചയം. ഹല്ലേലൂയ. ഇവിടെ നാം നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ഏദൻ തോട്ടത്തിൽ ആദമിനോടും അവയോടും കർത്താവ് എന്ന് പറഞ്ഞു, നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറയുവാനിടയായി. എന്നാൽ പിശാച് ഒന്ന് ചോദിക്കുകയാണ്, കർത്താവ് എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഓർക്കണമേ, അങ്ങനെ അത്തരത്തിൽ അവൻ ചോദിക്കണമെങ്കിൽ അവൻ അറിയാം എന്തോ ഒന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞത് പ്രകാരമാണ്, നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പിശാച് വന്ന് അവരോട് എന്താ പറഞ്ഞത്? അയ്യോ, അതൊക്കെ തിന്നാം, അതൊക്കെ നിങ്ങൾക്ക് ഭക്ഷിക്കാം, തിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ദൈവത്തെ പോലെയാകും, ദൈവത്തെ പോലെയാകും. അവരാരെ അനുസരിച്ചു? ദൈവത്തെ അനുസരിക്കേണ്ടതിന് പകരം പിശാചിനെ അനുസരിപ്പാൻ ഇടയായി. ഇന്ന് ഈ ലോക്ക്ഡൌൺ ഒന്നും അല്ലെങ്കിൽ ഈ കൊറോണയൊന്നും ദൈവം അറിയാതെ ഒന്നും അല്ല വരുന്നത്. ദൈവം അറിയാതെ ഒന്നും വരത്തില്ല. നമ്മുടെ ദേശത്തൊന്നും ഒന്നും സംഭവിക്കത്തില്ല. എന്നാൽ ഹല്ലേലൂയ, അവിടെ നാം നോക്കുമ്പോൾ തിന്നരുതെന്ന് പറഞ്ഞ ഫലം അവർ തിന്നുവാൻ ഇടയായി. ഹല്ലേലൂയ. തിന്നരുത് എന്ന് പറഞ്ഞ ഫലം തിന്നുവാൻ ഇടയായി. എന്ത് സംഭവിച്ചു? ഒന്ന്, ദൈവ ജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവരാജ്യത്ത് നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. 3, ദൈവ തേജസ് നഷ്ടമായി. ഹല്ലേലൂയ. ഇന്ന് പലരുടെയും ജീവിതത്തിൽ നാം നോക്കുമ്പോൾ ഇന്ന് ഇതാണ് പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോക്ക്ഡൌൺ സമയത്ത് പല വ്യക്തികളുടെയും ആത്മാവിൽ ജീവനില്ലാത്ത അവസ്ഥ. ഒഴുകുള്ള നദിയിൽ ചത്ത മീനുകളെ പോലെ. ചത്ത മീനുകളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അതെങ്ങോട്ടാ പോകുന്നത്? ഒഴുകുള്ള നദിയിൽ ആ ഏത് ഭാഗത്തേക്കാണോ വെള്ളം ഒഴുകുന്നത് അവിടേക്ക് ചത്ത മീനുകൾ പോകും. എന്നാൽ ജീവനോടുള്ള മീൻ എന്ത് ചെയ്യും?
അത് ഒഴുക്കിനെതിരായിട്ട് നീട്ടുവാൻ ഇടയാകും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതിന്റെ പ്രിയ ദൈവത്തെ, ഒരു ചത്ത മീനിനെ പോലെ പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഒരു ചത്ത അവസ്ഥ, ഒരു മരിച്ച ഒരു ആത്മീയ അനുഭവത്തിൽ നിൽക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതിന്റെ പ്രിയതകൾ, എത്രയോ വ്യക്തികൾ പലവിധമായ വേദനകളിലും ഭാരത്തിലും ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുമ്പോഴും ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയതുപോലെ എന്നെയും നിന്നെയും ദൈവം പോറ്റിയില്ലേ? ദൈവം എന്നെയും നിന്നെ ഇത്രത്തോളം കരുതിയില്ലേ? ഹല്ലേലൂയ. എത്രയോ വ്യക്തികൾക്ക് മാറിയെടുക്കുവാൻ നല്ലൊരു വസ്ത്രം പോലും ഇല്ലാതിരിക്കുമ്പോൾ എന്റെ സ്വർഗത്തിലെ ദൈവം എനിക്കും നിനക്കും ഉടുക്കുവാൻ വസ്ത്രം തന്നില്ലേ? എത്രയോ വ്യക്തികൾ ഐസിയുലും വെന്റിലേറ്ററിലും വാർഡുകളിലും പല ഭവനങ്ങളിലും ഒരു ദിവസം കൂടെ എന്റെ ആയുസ്സിൽ എനിക്ക് നീട്ടിക്കിട്ടിയിരുന്നു എങ്കിൽ, എനിക്കിഷ്ടപ്പെട്ട ആഹാരം എനിക്കൊന്ന് കഴിച്ചിറക്കുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ, എനിക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി എന്റെ അടുക്കലേക്കൊന്ന് വന്നിരുന്നു എങ്കിൽ എന്ന് പലരും ചിന്തിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം എനിക്ക് നിനക്ക് ദൈവം ആയുസ് തന്നില്ലേ? ഇത്രത്തോളം ആരോഗ്യം നൽകിയില്ലേ? ഇത്രത്തോളം ബലം ദൈവം നിനക്ക് നൽകിയില്ലേ? എത്രയോ വ്യക്തികൾ കടത്തിന്റെയും റോഡ് വക്കിലും വഴുത്തിന്റെയും കിടന്നുറങ്ങുമ്പോൾ എന്റെ സ്വർഗത്തിലെ പിതാവായ ദൈവം നമുക്ക് പാർക്കുവാൻ നല്ല ഭവനങ്ങൾ നൽകിയില്ലേ? ഇതെല്ലാം കണ്ടിട്ട് ഇന്ന് നീ ഉറങ്ങി തൂങ്ങിയിരിക്കുന്ന അനുഭവത്തിലാണെങ്കിൽ എന്റെ ദൈവത്തിനൊന്നും നിന്നോട് പറയാനില്ല. നീ ഉറങ്ങിയിരുന്നോ? വെളിപ്പാട് പുസ്തകം 3-ാം 1-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. യെസ്, യെസ്. ദൈവത്തിന്റെ 7 ആത്മാവ് 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ ആരറിയുന്നു? അടുത്തിരിക്കുന്ന വ്യക്തി അറിഞ്ഞില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നന്നായി അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. ഹല്ലേലൂയ. ആത്മാവിൽ ജീവനില്ലാത്ത അവസ്ഥ. നിന്റെ ചത്ത സ്തോത്രം പറച്ചിൽ മതിയാകും. നിന്റെ ഉറങ്ങിത്തൂങ്ങിയ സ്തോത്രം പറച്ചിൽ മതിയാകും. നിന്റെ ഉറങ്ങിത്തൂങ്ങിയ കയ്യടി മതിയാകും. അതെന്റെ ദൈവത്തിന് വേണ്ട. അതെന്റെ ദൈവത്തിന് വേണ്ട. അതിലൊന്നിനും ദൈവം പ്രസാദിക്കത്തില്ല. ആരെങ്കിലും നിർബന്ധിച്ച് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതുകൊണ്ട് അതിലൊന്നിനും എന്റെ ദൈവം പ്രസാദിക്കത്തില്ല. എന്നെ കേൾക്കുന്നതിന്റെ പ്രിയതകളെ കർത്താവിട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. യെസ്, വായിച്ചാട്ടെ. ഉണർന്നുകൊള്ളുക. ഈ ലോക്ക്ഡൌൺ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. ഉണർന്നുകൊള്ളുക. ഉറക്കത്തിൽ നിന്ന് കർത്താവ് പറഞ്ഞത്. ഉണർന്നുകൊള്ളുക. എന്തിനാ? ആത്മീയമായിട്ട് ചത്തുകിടക്കുന്ന പലരും നിന്റെ അടുക്കൽ കിടക്കുമ്പോൾ, അന്ധകാരത്തിൽ പല വ്യക്തികൾ കിടക്കുമ്പോൾ, ദൈവവചന സത്യങ്ങളൊക്കെ കേട്ടിട്ടും ഇന്നും യാതൊരു മാറ്റവും സംഭവിക്കാതെ, ജീവിതത്തിന് യാതൊരു മാറ്റവും സംഭവിക്കാതെ ഉറങ്ങിത്തൂങ്ങി അനുഭവത്തിൽ കിടക്കുന്ന വ്യക്തികളെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ ഞാനും നീയും എഴുന്നേറ്റെങ്കിലും മതിയാകത്തും. ഹല്ലേലൂയ. ആത്മീയമായി നാം എഴുന്നേറ്റെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അന്ധകാരത്തിൽ കിടക്കുന്ന വ്യക്തികളെ, അഗാധമായ കുഴിക്കകത്ത് കിടക്കുന്ന വ്യക്തികളെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. ഉണർന്നുകൊള്ളുക. പകരം നമ്മെ വ്യക്തമായി റോമർക്കെഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നു, ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി. ഇന്ന് പകൽക്കാലം ആത്മാവിൽ എരിവുണ്ടോ? നിനക്ക് എരിവുണ്ട്. മീൻകറിക്ക് എരിവുണ്ടോ എന്ന് നീ നോക്കും. ആത്മാവിൽ എരിവുണ്ടോ? ആത്മീയമായ കാര്യങ്ങൾക്ക് നിനക്ക് എരിവുണ്ടോ? പാസ്റ്ററെ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല പാസ്റ്ററെ, ഞാൻ എന്റെ വേണ്ടി തയ്യാറായിട്ടില്ല പാസ്റ്ററെ. ഈ ലോക്ക്ഡൌൺ ദിനത്തിൽ നിനക്ക് ദൈവം അവസരം തരികയാണ്. ദൈവവചനം സംസാരിക്കുവാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ. ലോക്ക്ഡൌൺ ദിനത്തിൽ പല വ്യക്തികളെയും ഭവനത്തിന്റെ ഉള്ളറയ്ക്കൊക്കെ തിരുത്തി ദൈവം ചിലത് പണിയിക്കുക, ദൈവം ചിലത് പഠിപ്പിക്കുക. പഠിക്കാൻ നീ തയ്യാറാക്കണം. കാട്ടിൽ കിടക്കുന്ന ഒരു കടി അതേ രൂപത്തിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ ചോദിക്കും, ഇതിനെക്കൊണ്ട് എനിക്കെന്താ ആവശ്യം? എന്നാൽ ആ കടിയെ ഞാനൊരു കടിമില്ലി കൊടുത്ത് അത് അർപ്പിച്ച് നല്ലൊരു മേശരി കൊടുത്ത് ആശാരിന് കൊടുത്ത് പണിയെപ്പിച്ച് നല്ല രീതിയിൽ ഒരു ഫർണിച്ചറായിട്ട് കൊണ്ടുവന്നാൽ നിന്റെ വീട്ടിൽ അത് പ്രയോജനപ്പെടും. ഇതുപോലെ ഒരു പ്രയോജനമുള്ള ഒരു വ്യക്തി ജീവിതമാക്കി എന്റെ ദൈവം നിന്നെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഈ ലോക്ക്ഡൌൺ സമയത്ത് ഉറങ്ങി തൂങ്ങിയ ഏതെങ്കിലും ടൈം പാസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമയം കളയാതെ ദൈവവചനത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു. യേശു പോലും ശിഷ്യന്മാരോട് പറഞ്ഞു, പരീക്ഷയിൽ
അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. എന്നാൽ ഇത് പറഞ്ഞിട്ട് യേശു പ്രാർത്ഥനയ്ക്കായി കടന്നുപോയി മടങ്ങി വന്ന് നോക്കിയപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്തു? ഉറങ്ങി. അപ്പൊ ഇന്ന് ഉറങ്ങുന്നോട്ട് കുഴപ്പമൊന്നുമില്ല. യേശുവിന്റെ കാലത്ത് യേശുവിന്റെ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ശിഷ്യന്മാർ ഉറങ്ങിയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഉറങ്ങിക്കൂടാ? ഇന്ന് പരീക്ഷന്മാരെ പോലെ പല രീതിയൊക്കെ ചോദിക്കും. കാരണം എന്നാൽ എന്നെ കേൾക്കുന്നതിന്റെ പ്രിയതയുടെ ലോകം അന്ത്യകാലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ലോകം അന്ത്യകാലത്തിലേക്ക് എത്തിയിരിക്കുക. ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി നാം നോക്കുമ്പോൾ റോമർക്ക് ലേഖനം 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. യെസ്, റോമർക്ക് ലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വാക്യം. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മകനാകുന്നു. ഹല്ലേലൂയ. ദൈവാത്മാവ് നടത്തുന്ന ഏവനും ആരാണ്? ദൈവത്തിന്റെ മകനാകുന്നു. നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്. നാം സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവാത്മാവ് നടത്തുന്ന വഴിയിലൂടെയാണോ നീ കടന്നു പോകുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന അനുസരിച്ചാണോ നീ മുമ്പിലോട്ട് യാത്ര ചെയ്യുന്നത്? ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മകനാകുന്നു. ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ പ്രമാണങ്ങൾ അവരെ അനുസരിക്കുന്നവരെയാണ് മക്കൾ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ആരാണ് മക്കൾ? ദൈവത്തിന്റെ വചനങ്ങൾ, കൽപ്പനകൾ, പ്രമാണങ്ങൾ അനുസരിക്കുന്നവരെയാണ് മക്കൾ എന്ന് വിളിക്കുന്നത്. ബൈബിൾ പറയുന്നു, മക്കളെങ്കിലോ അവകാശികളും പിന്നാലെ കൂട്ടവകാശികളുമാകും. ഹല്ലേലൂയ. മക്കളെങ്കിലോ അവകാശികളാണ്. ആ പിതാവായ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യമായ ഭവനത്തിന് നീ അവകാശിയാണോ? ആണെങ്കിൽ ആരെ അനുസരിക്കണം? ദൈവത്തെ അനുസരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നീ അനുസരിക്കുവാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് അവിടെ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നു. ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് 15 കാര്യങ്ങൾ വ്യക്തമായുണ്ട്. ഹല്ലേലൂയ. വായിച്ചാലേ, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഹിതമില്ലാത്ത നടപ്പ്, ദൈവത്തിന് ഹിതമില്ലാത്തത് കാണുക, ദൈവത്തിന് ഹിതമില്ലാത്തത് കേൾക്കുക, ദൈവത്തിന് ഹിതമില്ലാത്തത് സംസാരിക്കുക, ദൈവത്തിന് ഹിതമില്ലാത്തത് ചിന്തിക്കുക, ദൈവത്തിന് ഹിതമില്ലാത്തത് പ്രവർത്തിക്കുക, ദൈവത്തിന് ഹിതമില്ലാത്തത് പോവുക. ഇതെല്ലാം ദുർനടപ്പിൽ വരുന്നതാണ്. ദുർനടപ്പ്, അശുദ്ധി. ദൈവത്തിനെ പഠിപ്പിക്കുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ ആരാകണം? വിശുദ്ധരാകണം. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരാകണം. ഹല്ലേലൂയ. അടുത്ത വായിച്ചോട്ടെ. ദുഷ്കാമം, വിഗ്രഹാരാധന. ഇന്ന് പലരുടെ വിഗ്രഹം എന്ന് പറഞ്ഞത് മൊബൈലാണ്. നെറ്റും വേണം, ടച്ചും വേണം. ഉപ്പില്ലാത്ത കഞ്ഞി വേണ്ടെന്ന് പറഞ്ഞതുപോലെ നെറ്റും വേണം, ടച്ചും വേണം. ആ നെറ്റൊക്കെ പോകുമ്പോ ഉള്ള ഓട്ടം കാണും. അത്രമാത്രം തീഷ്ണതയോടുകൂടെ ഓടുന്നത് കാണും. ബൈബിൾ പറയുന്നു, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. അടുത്ത വാക്യപ്രകാരം, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഈ വക പ്രവർത്തിക്കുന്നവരാരും, ഏത് ചർച്ചയിൽ പോയാലും ഈ വക പ്രവർത്തിക്കുന്നവരാരും എവിടെ പോകത്തില്ല? ദൈവ രാജ്യം അവകാശമാക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞതല്ല, ബൈബിൾ പറയുന്നു. ഈ വക പ്രവർത്തിക്കുന്നവരാരും എവിടെ പോകത്തില്ല? ദൈവ രാജ്യം അവകാശമാക്കത്തില്ലെന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവവചനം നമ്മൾ നേരത്തെ വായിച്ചു. എന്ത് ചെയ്യണം? ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങൾ എന്ത് ചെയ്യത്തില്ല? നിവർത്തിക്കുകയില്ല. ജഡത്തിനെന്തുണ്ട്? മോഹങ്ങളുണ്ട്, ചിന്തകളുണ്ട്, പ്രവൃത്തികളുണ്ട്, വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, പലവിധമായ കാര്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് ജഡത്തെ അനുസരിച്ചാണോ നീ നടക്കുന്നത്? അതോ ആത്മാവിനെ നീ അനുസരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഈ ലോക്ക്ഡൌൺ ദിനത്തിൽ ആത്മാവിനെ അനുസരിക്കുവാൻ കർത്താവേ, ഇതുവരെ അങ്ങേ അനുസരിപ്പാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ദൈവജനം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ദൈവജനം ദൈവദാസന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും അത് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ദൈവവചനം വായിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും എനിക്ക് അത് അനുസരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. പക്ഷെ ആ പെർഫെക്ഷനിലേക്ക് വരാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എന്റെ പ്രിയതയുടെ ഗലാത്യർക്ക് ലേഖനം 5:16 നമ്മൾ വായിച്ചു. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ആത്മാവിനെ അനുസരിച്ച് നടന്നാലുള്ള ഗുണം, ഒരു ഗുണമുണ്ട്.
ആത്മാവിനെ നീ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ പിതാവായ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യമായ ഭവനത്തിൽ നിനക്കെത്താം. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ പിതാവായ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യ ഭവനത്തിലേക്ക് നിനക്ക് എത്തുവാൻ കഴിയും. അതല്ല നീ ജഡത്തെയാണ് അനുസരിച്ച് നടക്കുന്നതെങ്കിൽ പിശാചൊരുക്കി വെച്ചിരിക്കുന്ന നിത്യ നരകത്തിലേക്ക് നിനക്ക് പോകാം. എവിടെ പോകണമെന്ന് ജീവിച്ചിരിക്കുമ്പോൾ തീരുമാനിക്കുക. ഹല്ലേലൂയ. സ്വർഗത്തിൽ പോകണമോ നരകത്തിൽ പോകണമോ എന്ന് നീ ജീവിച്ചിരിക്കുമ്പോൾ തീരുമാനിക്കുക. പകൽക്കാലം എന്നെ കേൾക്കുന്നതിന്റെ പ്രിയതയിലെ എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 9-ാം അധ്യായം 27-28 വാക്യങ്ങൾ. യെസ്, എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 27-28 വാക്യങ്ങൾ. യെസ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവർ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാവും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്ന കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, കാത്തിരിക്കുന്നവർ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. യെസ്, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 10-ാമത്തെ വാക്യം. യെസ്, അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവരോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. ഹല്ലേലൂയ. ഒരുങ്ങിയിരുന്നവർ. നേരത്തെ പറഞ്ഞു കാത്തിരുന്നവർ, ഇപ്പോ പറയുന്നു ഒരുങ്ങിയിരിക്കുന്നവർ. ഹല്ലേലൂയ. ലോക്ഡൌൺ ദിനത്തിൽ കാത്തിരിപ്പാനും നിനക്ക് ഒരുങ്ങാനുള്ള സമയത്ത് ദൈവം തന്നിരിക്കുക. ഇപ്പൊ ആർക്കും ധൃതി പിടിച്ച് ഓടണ്ടല്ലോ, ജോലിക്ക് പോകണമെന്നോ മറ്റൊന്നും പറഞ്ഞ് ധൃതി പിടിച്ച് ഓടണ്ടല്ലോ. അഥവാ വെളിയിറങ്ങിയ പോലീസ് പിടിക്കും. അതുകൊണ്ട് വീട്ടിൽ ഇരിക്കണം. പേടിച്ച് പിന്നെ ആശുപത്രി പോയാൽ കൊറോണ വരും. അതുകൊണ്ട് അതിനെയൊക്കെ പേടിച്ച് വീട്ടിനകത്ത് ഒതുങ്ങി കൂടുക. മാസ്ക് ഒക്കെ ധരിച്ച് വീട്ടിനകത്ത് വേണമെങ്കിൽ കുത്തിയിരുന്നോളൂ. ഇന്ന് എന്നെ കേൾക്കുന്നതിന്റെ പ്രിയർ ഇതിലെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. 1 കാത്തിരിപ്പ്, 2 ഒരുങ്ങുക. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാമത്തെ വാക്യം. യെസ്, അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയും മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. മനുഷ്യപുത്രന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. മണവാളനായ യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. മണവാളനായ യേശു വരുന്നത് കാമുകിയെ കൊണ്ടുപോകാനല്ല. ആരെ കൊണ്ടുപോകാനാണ്? മണവാളനായ യേശു വരുന്നത് മണവാട്ടിയായി ഒരുങ്ങിയിരിക്കുന്നവരെ കൊണ്ടുപോകാനാണ്. ഈ ലോക്ഡൌൺ ദിനത്തിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? അതിനുവേണ്ടി നീ കാത്തിരിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നതിന്റെ പ്രിയ ദൈവമക്കളെ, അതിൽ വ്യക്തമായി പഠിപ്പിക്കുന്നു. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നതിന്റെ പ്രിയ ദൈവമേ, മണവാളൻ വരാൻ ടൈമാണ്. മണവാട്ടിയായി നീ ഒരുങ്ങിയിട്ടുണ്ടോ? മണവാട്ടിയായി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ ലോക്ഡൌൺ ദിനത്തിൽ കാത്തിരിക്കുവാനും ഒരുങ്ങുവാനുമുള്ള ടൈം ദൈവം നമുക്ക് നൽകിയിരിക്കുക. നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തി ഒരുങ്ങിയോ എന്നല്ല നീ ചോദിക്കേണ്ടത്. നീ ഒരുങ്ങിയിട്ടുണ്ടോ? അതിനുവേണ്ടി വളരെ ക്ഷമയോടെ നീ കാത്തിരിക്കുന്നുണ്ടോ? ആദ്യ വായിച്ച വേദഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. യെസ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവങ്ങളെ, ഏതെങ്കിലും സംഘടനക്കാരെ അനുസരിച്ച് നടക്കാനല്ല വചനം പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, സുബോധത്തിന്റെ ആത്മാവ്. സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. തുള്ളുന്നതല്ല പരിശുദ്ധാത്മാവല്ല, ചാടുന്നതല്ല പരിശുദ്ധാത്മാവല്ല, വീഴുന്നത് എല്ലാം പരിശുദ്ധാത്മാവല്ല. അന്യഭാഷ പിശാചിന് പറയുവാൻ കഴിയും.
എന്നാൽ ഏതാത്മാവിനാണ് അത് സംസാരിക്കുന്നതെന്ന് പറയുന്നതെന്ന് എന്ത് ചെയ്യണം? നിനക്ക് വിവേചിക്കാൻ കഴിയണം. എന്ന് നമ്മൾ നോക്കുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 49-ാമധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന്റെ തുല്യൻ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ്. IAS ഓഫീസറായിരിക്കാം, WMA കാരനായിരിക്കാം, LLB കാരനായിരിക്കാം, PhD കാരനായിരിക്കാം, എത്ര ഉയർന്ന പദവി ഉള്ളവനാണെങ്കിലും അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ, വിവേകം ഇല്ലാത്തവനെ പോലെ ആയാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ്. അതുകൊണ്ടാണ് നമ്മളിന്ന് പത്രങ്ങളിൽ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ മൃഗസാധു, പോത്ത് സന്തോഷ്, എരുമയാനി, ചെമ്മരി വിജയൻ മനുഷ്യന്റെ പേരാണ്. എന്തുകൊണ്ട്? മനുഷ്യൻ മൃഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം സാധിച്ചിട്ട് സൃഷ്ടിച്ച മനുഷ്യൻ മൃഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അവൻ അങ്ങനെയാകുന്നു? അവന്റെ ഉള്ളിൽ ആരില്ല? ദൈവമില്ല. അവന്റെ ഉള്ളിൽ ആരില്ല? ദൈവമില്ല. പക്ഷെ എന്തുണ്ട്? ജഡം വസിക്കുക. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ഉരിഞ്ഞു കളയണമെന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്നാൽ ജഡത്തിന്റെ ചിന്തകൾക്ക് അല്ലെങ്കിൽ ജഡത്തിന്റെ വിചാരങ്ങൾക്ക് അവനെന്ത് ചെയ്യുന്നു? അടിപ്പെട്ടു പോകുന്നു. അവന്റെ ഉള്ളിൽ ആരില്ല? ദൈവത്തിന് വസിക്കാൻ ഇടം കൊടുക്കുന്നില്ല. ഗലാത്യർക്കെതിരെ ലേഖനം 5:16 നമ്മൾ വായിച്ചു, ആത്മാവിനെ അനുസരിച്ച് നടക്കണേ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കുകയില്ല. പകൽക്കാലം എന്നെ കേൾക്കുന്നതിന്റെ പ്രിയ ദൈവമെതിരെ, എന്റെ ശബ്ദം ശ്രമിച്ച എന്റെ പ്രിയ സഹോദര സഹോദരി, എന്റെ പകൽക്കാലം എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഏതെങ്കിലും വ്യക്തികൾ പറയുന്നതല്ല നീ അനുസരിക്കേണ്ടത്, ഏതെങ്കിലും വ്യക്തി സമൂഹം പറയുന്നതല്ല നീ അനുസരിക്കേണ്ടത്. ദൈവത്തിന്റെ വചനം നിന്നോട് എന്ത് പറയുന്നു അതനുസരിക്കണം. ദൈവവചനം പറയുന്നു, എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും, എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും. നിന്നെ ദൈവം മാനിക്കണമോ? നീ ദൈവത്തെ മാനിക്കേണ്ടവണ്ണം മാനിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കുവാൻ നീ തയ്യാറാണ്. ആദ്യ സ്ഥാനം നീ ദൈവത്തിന് കൂടെ. ആദ്യം നിനക്ക് 2 മക്കളുണ്ടെങ്കിൽ ആദ്യ പോളിയോ ബാധിച്ചതും ജനിക്കാൻ വയ്യാത്തതിന് ദൈവവിലയ്ക്ക് വേണ്ടി കൊടുക്കാനല്ല, നിനക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതിന് ദൈവത്തിന് വേണ്ടി പ്രയോജനം കൊടുക്കുക. ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ നീ തയ്യാറായ ആദ്യം നിശ്ചയമായിട്ട് ദൈവം നിന്നെ മാനിപ്പാനിടയാണ്, ദൈവം നിന്നെ അനുഗ്രഹിപ്പാനിടയാണ്. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഹല്ലേലൂയ ഈ കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തരുന്ന ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായോട്ടെ. ആത്മാവിനെ അനുസരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ ഈ ജനത്തിന്റെ ചിന്തകൾക്ക് നീ അടിമപ്പെട്ടു പോവുകയാണ്? അതോ ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോവുകയാണ്? അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മേഖലയിൽ നീ കടന്നു പോവുകയാണ്? ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ മണവാളനായ യേശു വരുന്നു ഹാലെ വരാറായി എന്നുള്ള മുന്നറിയിപ്പുകൾ, സൂചനകൾ ലോകമെമ്പാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹാലിയ ലോക്ക്ഡൌൺ ദിനത്തിൽ പലതും നമ്മൾ അനുഭവിച്ചു. ആയിരക്കണക്കിന് ജനങ്ങൾ പലയിടത്തുനിന്ന് മരണപ്പെട്ടു. പലരും ഈ ലോകത്തിന്റെ വിട പറഞ്ഞുപോയി. എന്നിട്ടും എനിക്കും നിനക്ക് ദൈവം ആയുസ്സും ആരോഗ്യം നൽകിയിരിക്കുക. എന്തിനു വേണ്ടി? നിന്റെയും എന്റെയും കഴിവോ മിടുക്കോ കൊണ്ടല്ല, നിന്റെയും എന്റെയും സാമർഥ്യം കൊണ്ടല്ല, കുടുംബ മഹിമ കണ്ടിട്ടല്ല, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത കണ്ടിട്ടല്ല, നമ്മുടെ പണമോ സ്വത്തോ പദവിയോ ഒന്നും കണ്ടിട്ടല്ല, ദൈവത്തിന്റെ കൃപയാൽ. ബൈബിൾ വ്യക്തമായി പറയുന്നു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ, എന്റെ കൃപ നിനക്ക് മതി. ദൈവത്തിന്റെ കൃപയാൽ നീ ചത്തുപോകാത്തത്, നീ നശിച്ചു പോകാത്തത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയാണ്. നിന്റെ കഴിവുകൊണ്ടല്ല, നിന്റെ മിടുക്കുകൊണ്ടല്ല, ഏറിയ ഒരു ശ്വാസം മാത്രം. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. ഇന്ന് രാത്രികാലം കിടന്നുടങ്ങി, നാളെ നമ്മൾ എഴുന്നേൽക്കുമോ നമുക്കറിയത്തില്ല. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാകുന്നു? ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. നേടിയതൊന്നുമേ കൊണ്ടുപോകില്ല ഞാൻ, നേടിയതൊക്കെയും താൽക്കാലികം, സ്വന്തമായൊന്നുമേ നേടിയതില്ല ഞാൻ,
കാണുന്നതൊക്കെയും താൽക്കാലികം. അപ്പാ എന്നേശുപ്പാ, അപ്പാ എന്നേശുപ്പാ, നീ എന്നെ കരുതിയതോർക്കുമ്പോൾ നിൻ സ്നേഹമെത്രയോ അതിമഹത്വം. നീ എന്നെ കരുതിയതോർക്കുമ്പോൾ നിൻ സ്നേഹമെത്രയോ അതിമഹത്വം. നേടിയതൊന്നുമേ കൊണ്ടുപോകില്ല ഞാൻ, നേടിയതൊക്കെയും താൽക്കാലികം. സ്വന്തമായൊന്നുമേ നേടിയതില്ല ഞാൻ, കാണുന്നതൊക്കെയും താൽക്കാലികം. അപ്പാ എന്നേശുപ്പാ, അപ്പാ എന്നേശുപ്പാ, നീ എന്നെ കരുതിയതോർക്കുമ്പോൾ നിൻ സ്നേഹമെത്രയോ അതിമഹത്വം. നീ എന്നെ കരുതിയതോർക്കുമ്പോൾ നിൻ സ്നേഹമെത്രയോ അതിമഹത്വം. നീ എന്നെ കരുതിയതോർക്കുമ്പോൾ നിൻ സ്നേഹമെത്രയോ അതിമഹത്വം. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. ഞങ്ങളെ ദിവാസനമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാൻ, കർത്താവിന്റെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തുവാൻ എന്റെ കർത്താവ് കൃപ നൽകിയല്ലോ. ഈ വലിയ വേലയിൽ ഒരു ചെറിയ പങ്ക് വഹിപ്പാൻ കർത്താവെ അടികൾക്ക് നൽകിയ നല്ല സാഹചര്യത്തിനാണ് നന്ദി പറയുന്നത്. എല്ലാ മഹത്വം അങ്ങേക്ക് ഞങ്ങൾ തരികയാണ്. പ്രത്യേക കർത്താവെ, ഈ ദൈവവചനം പല മേഖലകളിലൂടെ ശ്രമിച്ച, പലയിടങ്ങളിൽ നിന്ന് ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകൽക്കാലം എന്റെ ദാസരായിരിക്കുന്ന ഞാൻ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടികൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ മാനിക്കപ്പെടട്ടെ. കർത്താവെ, ലോക്ക്ഡൌൺ ദിനത്തിലും കർത്താവെ പരിമിതമായ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രയാസമേറിയ അനുഭവങ്ങളെല്ലാം പലരുമായിരിക്കുമ്പോൾ കണ്ണിലെ കൃഷ്ണമണി പോലെ നീ ഞങ്ങൾ ഇതുവരെ കാത്തുള്ളൂ. മരണകരമായ അവസ്ഥയിൽ നിന്നും എന്റെ കർത്താവ് ഞങ്ങളെ പിടിപ്പിച്ചിട്ട് ഞങ്ങളുടെ പല ദേശങ്ങളിലും നിലവിളികൾ ഉയർന്നപ്പോൾ, പലർക്കും അവർക്ക് പ്രിയപ്പെട്ട പല വ്യക്തികളെ നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ എണ്ണത്തിലൊന്നുപോലെ കുറയാതെ നീ ഞങ്ങളെ കാത്തുള്ളപ്പോൾ അതിനായി നന്ദി പറയുന്നത് കർത്താവേ. ദൈവകരങ്ങളിലേക്ക് അടിയങ്ങളെ താഴ്ത്തിയെത്തുക. എല്ലാ മഹത്വം അങ്ങേക്ക്, എല്ലാ പുകഴ്ചയും അങ്ങേക്ക്. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തെ നല്ല പിതാവേ, ആമേൻ. ആശീർവാദം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിച്ച വിഷയത്തോട് കർത്താവിന്റെ വരവോളം എന്നേക്ക് നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജീവനുള്ള കർത്താവിനെ സ്തുതിച്ചാട്ടെ, കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ, ബലത്തോടെ, ജീവനോടെ, ആരോഗ്യത്തോടെ. ആമേൻ. കർത്താവ് യേശുവേ, വേഗം വരണമേ.